ഇതിൽ മാസ്റ്റർ ഫോർമുല എന്ന് പറയുന്നത് I = I1 + I2 + 2√I1 I2 cos phi. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് സ്ലിറ്റിൽ കൂടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതാണ് ബേസിക് ഫോർമുല. ഇനി ഇപ്പോൾ സ്ലിറ്റ്സിന് ഈക്വൽ ഇൻറ്റൻസിറ്റി, അതായത് ഈ I1 ഉം I2 രണ്ടാളും സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ I0 എന്ന് അസ്യൂം ചെയ്യും, രണ്ടാളും ഒരാൾ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ I1 I2ന് പകരം ഈ പറഞ്ഞ I1 ഉം I2 ഉം I0 ആകുമ്പോൾ എന്താവും? അത് 2I0 ആയിട്ട് മാറും അല്ലേ? പിന്നെ +2 √I1 I2 എന്നുള്ളത് I0 സ്ക്വയർ ആവും cos phi. I0 സ്ക്വയറിൻ്റെ റൂട്ട് I0. പിന്നെ ഇവിടെ ഈ രണ്ടിലും 2I0 കോമൺ ആണ്, അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ 1 + cos phi ആണത്. ഇത് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി വെച്ച് 1 + cos phi-നെ 2 cos square 5/2 എന്ന് മാറ്റി എഴുതിയത് കൊണ്ടാണ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ I = 4I0 cos square 5/2. ഇനി മെയിൻ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പം ചിലപ്പം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കാണുമ്പം നിനക്ക് ചില സ്ഥലത്ത് കാണാം I = 4I0 cos square 5/2. ചില ക്വസ്റ്റ്യൻസിൽ അവർ I = Imax cos square 5/2 എന്ന് യൂസ് ചെയ്യും. ആക്ച്വലി രണ്ട് ഇക്വേഷൻസും സെയിമാണ്. Imax എന്ന് പറഞ്ഞാൽ 4I0 ഈക്വൽ ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ 4I0 എടുക്കുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം ചില ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർലി പറയും മാക്സിമം ഇൻറ്റൻസിറ്റി ഇത്രയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ഈ ഇക്വേഷൻ സെക്കൻഡ് വൺ എടുക്കാം. I = Imax cos square 5/2. ഇനി മാക്സിമം ഇൻറ്റൻസിറ്റീൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയാണ് ഇൻറ്റൻസിറ്റി, ഈ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4I0 എടുക്കുക. മാക്സിമം ഇൻറ്റൻസിറ്റി ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I = Imax എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്.